പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് ഓഗസ്റ്റ് 1 വെള്ളിയാഴ്ച. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ എല്ലാ മക്കളെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവ് പീഡിതമായ നിൻ്റെ രൂപത്തെ, ഉയർത്തുന്നതിന് നിൻ്റെ രൂപത്തെ, രാജാവായി നിൽക്കുന്നതിൻ്റെ രൂപത്തെ, രാജകീയ രൂപത്തെ എല്ലാം ഇപ്പോൾ മനസ്സിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് കർത്താവേ. അങ്ങയുടെ മക്കളെ നീ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേക പ്രയാസങ്ങൾ ഇരിക്കുന്നത് നീ ആശീർവദിക്കണമേ. ഇന്ന് യാത്രയ്ക്ക് പോകുന്നവരെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് ആരുടെയെങ്കിലും മുമ്പിൽ ഇൻ്റർവ്യൂവിനോ ടെസ്റ്റിനോ അല്ലെങ്കിൽ ജഡ്ജിയുടെ മുമ്പിൽ വിചാരണയ്ക്കോ മജിസ്ട്രേറ്റ് മുമ്പിൽ വിചാരണയ്ക്കോ നിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുള്ളവരെ
നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവിതമാർഗം മുട്ടിപ്പോയവരെ, മക്കളില്ലാത്തവർ, മക്കളെ ഓർത്ത് മരിച്ചുപോയ മക്കളെ ഓർത്ത് വേദനപ്പെടുന്നവർ, ഭർത്താവിനെ ഉപേക്ഷിച്ച് കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലോട്ട് പോയിരിക്കുന്നവർ, അവർക്കെല്ലാം മാനസാന്തരപ്പെട്ട് ഒരുമിച്ച് ജീവിക്കാനുള്ള കൃപ നൽകാൻ പ്രാർത്ഥിക്കുന്നു. വീട്ടിൽ നടന്ന സംഭവങ്ങൾ വക്കീലോട് എന്ന് പറയുമ്പോൾ വക്കീൽ എൻ്റെ കൂടെ നിയമപരമായിട്ട് നിലനിൽക്കാൻ വേണ്ടി കുറേ കള്ളത്തരങ്ങൾ കൂടി പറഞ്ഞിട്ട് നിൻ്റെ ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് നിനക്ക് ഇനി ജീവിതകാലത്ത് ഈ ജന്മത്തിൽ കർത്താവിൻ്റെ മുമ്പിൽ വരാൻ പറ്റാത്ത രീതിയിൽ നിന്നെ ആക്കി കളഞ്ഞിട്ടുള്ള നിയമ സാഹചര്യങ്ങളിലേക്ക് നീ വലിച്ചിഴപ്പെട്ടുള്ള സാഹചര്യങ്ങളെ അതിന് നിയമപരമായിട്ട് സത്യസന്ധം അതിജീവിക്കാൻ പരിശുദ്ധ ദേവമാതാവ് നിനക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Lord Jesus Christ, pour out His Spirit, touch with the fire fingers, walk with the precious blood. 3 മക്കളും ഒരു പെൺകുഞ്ഞും മുതിർന്നൊരു പെൺകുഞ്ഞുള്ള ഒരു സന്ദേശത്തെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. അവരെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ നീ സന്ധിക്കണം പ്രാർത്ഥിക്കുന്നു. അവരെ നീ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബത്തിൽ കർത്താവ് ഉണ്ടെന്നും കർത്താവിടെ കൂടെ അവരുടെ കാര്യങ്ങൾ തിരക്ക് അന്വേഷിക്കാൻ കർത്താവ് കൂടെ ഉണ്ടെന്ന് അവർക്ക് വലിയ സന്ദേശമാണ് ഇപ്പോൾ കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കുറേ നാളുകളായിട്ട് ഇപ്പോൾ കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് നിന്നിട്ട് കിട്ടാതെ നീണ്ടുപോണ രേഖകൾ ഗവൺമെൻറ്റിൽ നിന്ന് അല്ലാതെ കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങൾ കയ്യിലെടുത്തിരിക്കുന്ന രേഖകളുടെ മേലെല്ലാം ഏതെല്ലാം രേഖകളോ എന്തെല്ലാം ഉപകരണങ്ങളോ നിങ്ങൾ കയ്യിലെടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ വലിയ ചൈതന്യം പ്രസരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. അത് നടപ്പിൽ വരുത്താൻ നിലനിൽക്കുന്ന തടസ്സങ്ങളെയും ദോഷങ്ങളെയും യേശുക്രിസ്തുവിനെ ബന്ധിക്കുന്നു. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരൻ നീക്കുവാമേൻ. ഈ ദിവസങ്ങളിൽ വരാൻ പോകുന്ന എപ്പിസോഡുകൾ ചെറിയ ചെറിയ ഭാഗങ്ങളാണ്. പക്ഷെ നിങ്ങൾ ഇടയ്ക്ക് അതൊന്ന് ഒരുമിച്ച് കേൾക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ശനിയാഴ്ച, ഞായറാഴ്ച, തിങ്കളാഴ്ച വരെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് സുവിശേഷത്തിലെ പെട്ടെന്ന് പ്രഥമ ദൃഷ്ടിയ കുഴപ്പങ്ങളില്ലെന്ന് തോന്നിയാലും നമ്മൾ സെക്കൻഡ് തോട്ട് വെച്ചാൽ കുഴപ്പങ്ങളുള്ള ചില വചനങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം ഞാനൊരു കാര്യം ചെയ്യട്ടെ, നിങ്ങളോട് ഒരു വചനം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 13:8 എടുത്തേ. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. ഓക്കെ, ക്ലിയർ അല്ലേ? മറ്റു ചില വിത്തുകൾ എന്ത് ചെയ്ത് നല്ല നിലത്ത് വീണു. അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. കഴിഞ്ഞ ദിവസങ്ങളിലേ ഞാൻ കൃപാസനത്തിൽ എൻ്റെ കുർബാന ദിവസം ഈ വചനമാണ് വായിച്ചത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഞാൻ ആൾക്കാരോട് ചോദിച്ച ഉടനെ പരിശുദ്ധാത്മാവ് മനസ്സിൽ തോന്നിച്ചതാണ്, ഈ നല്ല നിലത്ത് വീണ വിത്ത് എന്തുകൊണ്ട് മേനി വ്യത്യാസം വരണത്? നിലത്തിന് വ്യത്യാസമൊന്നുമില്ലല്ലോ. ഇപ്പം നല്ല നിലം എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം ലൂക്ക 8:15 എടുത്തേ. നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. ഇതാണ് ഇതിൻ്റെ കീ വേടം, താക്കോൽ വചനം എന്ന് പറയും. ഇപ്പം ഈ നല്ല നിലത്ത് വീണതോ നമ്മൾ ഇപ്പം മത്തായി 13:8 നല്ല നിലത്ത് വീണതോ ചില വിത്തുകൾ 100 മേനി, ചിലത് 60 മേനി, ചിലത് 30 മേനിയാണ്. ഇപ്പം നല്ല നിലമെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണേ ഈശോ? അതാണ് 8:15 വായിച്ചത്. ഒന്നിന് വായിച്ച്. നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഫസ്റ്റ് പ്രോസസ് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ. അപ്പം ആ ഹൃദയത്തിൻ്റെ പ്രത്യേകത, ഹൃദയവയറിൻ്റെ പ്രത്യേകത എന്താണ്? അത് ഉത്കൃഷ്ടമാണ്, ഉദാത്തമാണ്. പിന്നെ എന്താണ്? നിർമ്മലമായ ഹൃദയത്തിൽ വിശുദ്ധമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സംഗ്രഹിക്കുന്ന ആള് ദൈവത്തിൽ നിന്നൊരു വചനം വരുമ്പോൾ
അത് സംഗ്രഹിക്കുന്ന ആളാരാണ്, അവരുടെ നേച്ചർ അനുസരിച്ചാണ് വചനത്തിന് ഫലം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഏറ്റവും നല്ലവണ്ണം സംഗ്രഹിച്ച ആളാരാണ്? മനസ്സിലാകാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മറിയമാകട്ടെ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നല്ലേ പറയണത്. അപ്പം നല്ല നിലവെന്ന് പറയുന്നത് ഉത്കൃഷ്ടവും. അപ്പം ഇത് മറിയത്തിലേക്കാണ് സംഭവം പോണതേ, മറിയത്തിലേക്കാണ് പോണതേ. ലുക്കാന്റെ സുവിശേഷം 2:51. അവന്റെ അമ്മ അവന്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം കണ്ട അമ്മ പിക്ചറിൽ പറഞ്ഞ കണ്ടില്ലേ, നല്ല നിലത്ത് വീണതെന്ന് ചോദിച്ചിട്ട് ഉത്കൃഷ്ടവും സംശുദ്ധ ഹൃദയം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ആളായ്മയായിട്ടാണ് ഈ അമ്മ വരണത്. അവന്റെ അമ്മ പറഞ്ഞ് ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എന്താണ്, ഏത് കാര്യമാണ്? പിതാവിൻ്റെ കാര്യത്തിൽ ഈശോ വ്യാപൃതനായിരിക്കേണ്ടവനല്ലേ എന്നുള്ള ഒരു സഹനകാല സുവിശേഷമില്ലേ? സഹനകാല സുവിശേഷം. സഹനകാല ചില വചനങ്ങളുടെ പ്രത്യേകത, ഇത് ആ വചനങ്ങൾ നിത്യതയിൽ മാത്രമേ വിരിയത്തുള്ളൂ. നിത്യതയിൽ നമുക്ക് ഇപ്പം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഒഴിച്ചിടും അത്. പക്ഷെ വിരിയണ എപ്പോഴും നിത്യതയിലായിരിക്കും വിരിയണത്. ഭൂമി അത് വെച്ച് വിരിയത്തില്ല. അപ്പം അത് പക്ഷേ ഫലപ്രാപ്തി എന്താ, നിത്യകാലം അത് വളരും. അതുകൊണ്ട് അങ്ങനെ കുറേ വചനങ്ങൾ ആത്മാവിനെ കുഴിച്ചിട്ട് വേണം നമ്മൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യതയിൽ നിന്നാണ് നമുക്കതിൻ്റെ ആവശ്യം വരണത്. കാര്യം നിത്യതയിൽ നമുക്ക് വേണ്ടി എത്ര പേര് എക്കാലം പ്രാർത്ഥിക്കും നമുക്കറിയത്തില്ലല്ലോ. മക്കളൊക്കെ പ്രാർത്ഥിക്കും, നമ്മൾ വിശ്വസിക്കണമെന്നല്ലേ ഉള്ളു. ആ 2-3 ആണ്ട് കഴിയുമ്പോൾ നമ്മുടെ കാര്യത്തിൽ അവർ തീരുമാനമാക്കുമല്ല. അപ്പം നമ്മൾ തന്നെ ചില വചനങ്ങൾ ഭൂമിയിൽ വിരിയിക്കാൻ പകരം നിത്യതയിൽ വിരിയിക്കാൻ വേണ്ടി ആത്മാവിൽ കുഴിച്ചു വിടണം. അത് മിക്കവാറും എന്താണ്, നമുക്ക് മനസ്സിലാക്കാത്ത ദൈവത്തിൻ്റെ പദ്ധതിയായിരിക്കും. ഈ ഗോട്ട് ദ പോയിന്റ്. കർത്താവ് കർത്താവ് പരിശുദ്ധാത്മാവിനോട് എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങൾ പറയുന്നുണ്ട്. എന്താ സംഭവിച്ചാൽ ചില കാര്യങ്ങൾ ജീവിതത്തിൽ മനസ്സിലാകത്തില്ല നമുക്ക്. 2:48 അവനെ കണ്ടപ്പോൾ വചനത്തെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. വചനത്തിന്റെ മാതാപിതാക്കന്മാർ വിസ്മയിച്ചു. അവന്റെ അമ്മ അവനോട് പറഞ്ഞു, അവന്റെ അമ്മ വചനത്തോട് പറഞ്ഞു, വചനമാസമാരോട് പറഞ്ഞു, മകനെ നീ ഞങ്ങളോട് വചനമേ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? ഇങ്ങനെ ഈ രീതിയിലുള്ള അനുഭവം തന്നത് എന്താണ്? നമ്മൾ ചോദിക്കണല്ലേ. ഞാൻ ഉടമ്പടി എടുത്തു, ഉപവസിച്ചു, എന്നിട്ട് ഞാൻ വിചാരിച്ച മാർക്ക് കിട്ടിയില്ല. വചനം എടുക്കാത്ത ആൾക്കാരും ദൈവമായിട്ട് ബന്ധമില്ലാത്ത ദൈവത്തിനെതിരെ സംസാരിക്കുന്നവർക്കൊക്കെ ഉദ്യോഗം കിട്ടിയെന്ന് നമ്മൾ ചോദിക്കണല്ലേ. ചില കാര്യങ്ങൾ ദൈവത്തോട് നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങളുണ്ട്. എങ്കിലും ചോദിക്കാതെ കുറേ ആൾക്കാർ ജീവിക്കുന്നുണ്ട്, ഓർക്കണം. എന്താ കാര്യം? അത് നിത്യതയിൽ വിരിയേണ്ട വിത്താണ്. ദൈവം എന്താണ് നമ്മളോട് ഇങ്ങനെ ചെയ്തത്? അതിൻ്റെ പേരിൽ ചില അണ്ണന്മാർ ദൈവം ഇല്ലെന്നും പറഞ്ഞ് പോകുന്നവരുണ്ട്. ദൈവം ഇല്ലെന്ന് പറഞ്ഞേ, അതായത് നാം നമ്മൾക്ക് പ്രാർത്ഥിക്കുന്നതിന് തക്ക ഉത്തരം കിട്ടുകാതിരിക്കുകയും ഒരു പ്രാർത്ഥനയും ദൈവത്തിനെതിരെ ജീവിക്കുകയും വൃത്തികെട്ട ജീവിതം ജീവിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് വലിയ ഭൗതിക ആനുകൂല്യം കിട്ടുകയും ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കും, എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ന്. എന്നിട്ട് നമ്മൾ പുറത്ത് പറയത്തില്ലെങ്കിലും ഒരു നിർമ്മതക്കാരനായിട്ടും സുവിശേഷ ചൈതന്യം ഇല്ലാത്തവനായിട്ടും പ്രാർത്ഥന നമ്മൾ ഊതിക്കെടുത്തു. നിങ്ങൾ ഊതിക്കെടുത്തില്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കത്തില്ല. പ്രാർത്ഥന ഊതിക്കെടുത്തത് പ്രാർത്ഥിക്കാത്തത് ഒന്ന് തന്നെയാണ്. അപ്പം അങ്ങനെ നമ്മൾ മരവിച്ച് പോകും. അപ്പോൾ നമ്മൾക്ക് വേണ്ടിയാണ് ഈ മാതാവ് ചോദിക്കുന്നത്, മകനെ ഞങ്ങളോട് നീ എന്താണ് ഇങ്ങനെ ചെയ്തത്? കാര്യം ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നിനക്ക് തരാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നീ ഇവിടെ നിൽക്കണമെങ്കിൽ നിൽക്കണമെന്ന് പറയണമായിരുന്നു, അല്ലെങ്കിൽ നിൽക്കട്ടെന്ന് ചോദിക്കണമായിരുന്നു. ചോദ്യവും പറയുകയൊന്നും ഇല്ലാതെ ഞങ്ങളോട് ചോദിക്കാതെ നീ നിന്ന് നീ ഉണ്ടെന്നും പറഞ്ഞ് പോയി. യാത്രക്കാരുടെ കൂടെ നീ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പോയി. പകുതി വഴി എത്തിയപ്പോൾ നീ ഇല്ല. പിന്നെ തിരിച്ച് നടന്ന് പണവുമില്ല. ഇനി എത്ര നാൾ പണിയെടുത്താണ് ആവശ്യപ്പിതാവ് ഈ കാശ് തിരിച്ചു വന്ന കാശ് ഉണ്ടാക്കാൻ? അപ്പോഴേ കൺഫ്യൂഷൻ ഉണ്ടാക്കണമല്ല ദൈവമേ. ഞങ്ങളിവിടെ എന്താണ് നീ ഇങ്ങനെ ചെയ്തത് ഈ വിശ്വാസത്തിൻ്റെ പേരിൽ? അപ്പം ഇങ്ങനെ അതിന് ഉത്തരവില്ല. ശരിക്കും ഈശോ ഉത്തരം കൊടുത്തതേ ഉള്ളൂ. ശരിക്കും ഉത്തരം കൊടുക്കേണ്ട കാര്യമല്ലത്. ഉത്തരം കൊടുത്തത് നമുക്ക് വേണ്ടിയാണ്. വെച്ച് കഴിഞ്ഞാൽ അതായത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യം എന്നല്ല, നല്ല കാര്യം, കല്യാണ കാര്യമൊന്നുമില്ലേ,
ഞാനെൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനാകേണ്ടേനല്ലേ എന്ന്. നിങ്ങൾക്കറിയാമല്ലോ പിതാവിൻ്റെ കാര്യം കല്യാണക്കാര്യമല്ലോ ഒന്ന്. അത് ചോരക്കളിയാണേ. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ സംസാരിക്കണത് ചോരക്കളിയാണ്. ആ ചോരക്കളിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുവന്ന നിറവും ചോരയുടെ മണമൊക്കെ വന്നിട്ട് ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ സംസാരം കൂടും കുറച്ച് കഴിയുമ്പോൾ ഇത് പാഷൻ ഡയറക്ഷനായിട്ട് പാഷൻ പ്രൊഡക്ഷനായിട്ട് പിന്നെ പുറത്ത് വരും. നമുക്ക് അവിടെ എൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റില്ല. അവൻ്റെ അടുത്ത് ഇത് പറയുമ്പോൾ അതാണ്. അന്ന് അവൻ ചോദിക്കും, പിതാവേ നീ എന്താണ് എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന്. അതിന് പകരം അവൻ്റെ അമ്മ അവനോട് ചോദിക്കുകയാണ്, എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, അത് പിതാവിൻ്റെ കാര്യമാണെന്ന്. എൻ്റെ ദൈവവേദലെ, ദൈവത്തിൽ നിന്ന് വൃത്തിയും മേനയുമായിട്ട് ഉത്തരം കിട്ടാത്ത ഒരു സാധനം നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് പിതാവിൻ്റെ കാര്യമാണ്. പിന്നെന്താണ്? അത് നിത്യതയിൽ വിരിയേണ്ട വിത്താണ്. എത്ര മേനിയാണെന്ന് നമുക്ക് അപ്പം കാണാം. ഓക്കെ അല്ലേ? താങ്ക് യു.